പ്രിയപ്പെട്ട അധ്യക്ഷ സഖാവ്, എനിക്ക് മുൻപ് സംസാരിച്ച NCPയുടെ നേതാവ് സഖാവ് അനിൽ കുറുപ്രാവ്, ഇവിടെ സതീശൻ, മറ്റ് LDFിൻ്റെ നേതാക്കന്മാർ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിപുലപ്പെട്ട ശക്തിപ്പെട്ട മുന്നണിയാണ് തെരഞ്ഞെടുപ്പിൽ നേരിടുക. ശക്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ്, ശ്രീ റോഷി അഗസ്റ്റിനും മറ്റും ഉൾപ്പെട്ട കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. പണ്ട് LDFിൻ്റെ രാഷ്ട്രീയ അടിത്തറ, ബഹുജന അടിത്തറ വിപുലമായിട്ടുണ്ട്. ആ വിപുലമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് തെരഞ്ഞെടുപ്പിൽ നേരിടുക. ഇനി ഏപ്രിൽ മെയ് മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 4.5 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിഹേഴ്സലാണ്. അതിൻ്റെ മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വരാൻ എല്ലാ വിഭാഗം ജനങ്ങളും ആത്മാർത്ഥമായി ശ്രമിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മിനിമം പരിപാടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം ചെയ്യും? ആ പരിപാടികൾ ഓരോന്നായി 620 കൂട്ടം കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറഞ്ഞ 600-ൽ പരം കാര്യങ്ങൾ ഇതിനകം തന്നെ പ്രാവർത്തികമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ മിനിമം പരിപാടിയിൽ ഒന്നാമത്തെ ഐറ്റമായി ഞങ്ങൾ പറഞ്ഞത്, ഇവിടെ നികുതി പിരിച്ച് വരുമാനം കൊണ്ട് നിത്യനിദാനം ചെലവ് ശമ്പളവും കൊടുത്തു കഴിഞ്ഞാൽ നാടിൻ്റെ പുരോഗതിക്ക് പിന്നെ പണമില്ല. സാധാരണ കമ്മിയാണ് ബഡ്ജറ്റുകൾ. അതുകൊണ്ട് നാടിൻ്റെ വികസനം, റോഡ്, പാലം, പള്ളിക്കൂടം ഇതെല്ലാം നടക്കണം, ആശുപത്രി, മെഡിക്കൽ കോളേജൊക്കെ നടക്കണമെങ്കിൽ വിഭവ സമാഹരണം വരണം, പുതിയ പണം കണ്ടെത്തേണ്ടതുണ്ട്. അതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം ഒരുക്കിയത്. 50,000 കോടി രൂപ സമാഹരിക്കാനും അത് നാടിൻ്റെ വികസന പ്രവർത്തനം ഉപയോഗിക്കാനുമാണ് തീരുമാനിച്ചത്. പ്രിയമുള്ളവരെ, 59,000-ത്തിലധികം കോടി രൂപ 60,000-ത്തിൽ അല്പം മാത്രം കുറവ് സംഭരിച്ചു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഈ പണം കൊടുക്കുന്നതിന്, ഇതിൻ്റെ ബാധ്യത തീർക്കുന്നതിന് വരുവാനുള്ള നികുതിയിൽ നിന്നൊരു ഭാഗം അതിനുവേണ്ടി പ്രത്യേകം നിക്ഷേപിക്കുന്നുമുണ്ട്. നിയമസഭ ഇത് സംബന്ധിച്ച നിയമം എല്ലാം പാസ്സാക്കിയിരിക്കുന്നതാണ്. ഈ നാട്ടിൽ ഉടനീളം കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനം വലിയ തോതിൽ മുന്നേറിയിട്ടുണ്ട്. അത് നിസ്സാര കാര്യമല്ല. ആയിരക്കണക്കിന് സ്കൂൾ കെട്ടിടങ്ങൾ എല്ലാ തലത്തിലും 1 കോടി, 2 കോടി, 3 കോടി, 5 കോടി, 6 കോടി എന്ന ക്രമത്തിൽ സ്കൂൾ കെട്ടിടങ്ങളാണ് തീർത്തിരിക്കുന്നത്. ആ രംഗത്ത് ഒരുപാട് മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രി, ഇവിടെ ഉമ്മൻചാണ്ടി മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴത്തേക്ക് അംഗീകാരം പോയി. കാരണം വേണ്ടത്ര സൗകര്യമില്ലാതെ ആണ് മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. കുട്ടികളുടെ പഠനം അവതാളത്തിലായി. ഞങ്ങൾ അധികാരത്തിൽ വരുമ്പം വലിയ സങ്കീർണ പ്രശ്നമാണ്. ആ കുട്ടികളെ മറ്റ് മെഡിക്കൽ കോളേജ് വിട്ട് പഠിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കി. 100 കണക്കിന് കോടി രൂപ മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന്, കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ, വിവിധ ഉദ്യോഗസ്ഥന്മാരുടെ താമസ സൗകര്യം ഒരുക്കാൻ വേണ്ടി മുടക്കി. ആ മുടക്കിയ പണം മുഴുവൻ കിഫ്ബിയിൽ നിന്നാണ്. ചെറിയ സംഖ്യയൊന്നുമല്ല, വലിയ സംഖ്യയാണ് മുടക്കിയത് എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മെഡിസിൻ്റെ രംഗത്തെ കൊറോണയും വന്ന കാലത്തെ സാഹചര്യത്തിൽ 50 കോടി രൂപ വൈദ്യുതി ബോർഡിൽ നിന്ന് ഏതാനും ജില്ലകളിൽ കൊടുത്തു.
കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, ഇടുക്കിക്ക് വന്ന പണം എൻ്റെ മണ്ഡലത്തിൽ കൊണ്ടുപോകാതെ ഇവിടെ ജില്ലയ്ക്ക് ആവശ്യമായി മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യത്തിന് വേണ്ടി നീക്കിവെക്കുകയാണ് ചെയ്തത്. ആ 10 കോടി രൂപ മുടക്കിയാണ് മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങിയത് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. മെഡിക്കൽ കോളേജിൻ്റെ ചികിത്സ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തി. അധ്യക്ഷയായ ശൈലജ ടീച്ചറായിരുന്നു. ഞാനും റോഷി അഗസ്റ്റിനും മറ്റുള്ളവരെല്ലാം ജനപ്രതിനിധികൾ എംപിയും പങ്കെടുത്തെന്ന് തോന്നുന്നു. അദ്ദേഹമല്ല ഇവിടാണ് പങ്കെടുത്തത്. ആ നിലയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ നിലയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജ് പൂർണ്ണമാകുമ്പോൾ ഇവിടുത്തെ ജില്ലാ ആശുപത്രി പ്രിയമുള്ളവരെ ജനസംഘത്ത് പണിയാൻ 154 കോടി രൂപ മുടക്കി അവിടെ കെട്ടിട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആധുനിക സംവിധാനങ്ങളോടും കൂടിയാണ് അത്. ഈ നിലയിൽ നമുക്കറിയാം, നിരവധി പ്രവർത്തനം, റോഡുകൾ, പാലങ്ങൾ, പള്ളിക്കൂടങ്ങൾ, നിരവധി പ്രവർത്തനങ്ങളാണ് കിഫ്ബി എന്ന ധനസമാഹരണ മാർഗത്തിൽ കൂടി ഈ രാജ്യത്ത്, സംസ്ഥാനത്ത് നടപ്പിലാക്കിയത്. നമ്മുടെ ജില്ലയിൽ ആയിരക്കണക്കിന് കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുക. നിരവധി പരിപാടികളുണ്ട്. പമ്പമറ്റ രാമക്കൽമേട് വലിയ വരുന്ന റോഡ് പ്രിയമുള്ളവരെ, അത് ഈ മണ്ഡലത്തിൽ കൂടി വന്ന് കഞ്ഞിക്കുടി കൂടെ സമാന്തര പാതയിൽ വഴി പോയി പട്ടയക്കുടി വഴി വന്ന് വണ്ണപ്പുറത്തേക്ക് പോകും. 207 കോടി രൂപയാണ് അതിൻ്റെ മുടക്ക്. അതാണ് അതിൻ്റെ ആദ്യ റേറ്റ് 73-77 കോടിയോ മറ്റുമാണ് അതിൻ്റെ യന്ത്ര നടപടികളായിട്ടുണ്ട്. നടക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇതുപോലെ ഉടുമ്പൻചോല എന്ന 2ാം മൈലിലേക്ക് റോഡ് 2 മണ്ഡലം 154 കോടി അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡ് പണി നടന്നു വരികയാണ്. പൂപ്പാറയിൽ നിന്നൊരു റോഡ്, അതാണ് എൻ്റെ മണ്ഡലം വഴി വന്ന് ദേവികുളം മണ്ഡലത്തിൽ കയറി അവിടുന്ന് ഇടുക്കി മണ്ഡലത്തിൽ വന്ന് വെള്ളത്തൂവൽ കല്ലാർകൂട്ടിയിലേക്ക് റോഡ്. പറയുന്നത് 50 കോടിയാണെങ്കിലും 50 കോടിയൊന്നും അല്ല അതിന് മുടക്കാകുന്നത്. അതിലൊക്കെ വളരെ കൂടുതൽ പണമായിരിക്കും മുടക്കാവുക. ഈ നിലയിൽ പീരുമേട് മണ്ഡലത്തിൽ, ഉടുമ്പൻചോല മണ്ഡലത്തിൽ, ഇവിടെ ഇടുക്കി മണ്ഡലത്തിൽ, ദേവികുളം മണ്ഡലത്തിൽ, 5 മണ്ഡലങ്ങളിലും തൊടുപുഴ മണ്ഡലത്തിൽ പോലും ഈ നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡ് നിർമ്മാണവും കിഫ്ബി വഴിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമായി ശക്തമായി നടന്നിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ചില ചാനലുകൾ ഒരു സർവേ നടത്തിയപ്പോൾ ആ റിപ്പോർട്ട് വന്നു. അതിൽ പറയുന്നത് ജനക്ഷേമ പരിപാടി ഇതെല്ലാം നടപ്പിലാക്കിയതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഫലം കിട്ടാൻ സാധ്യതയുണ്ട്. ഏഷ്യാനെറ്റ് പോലുള്ള ജില്ലകളാണ്. അതേ തുടർന്ന് ഇവിടെ മനോനില തെറ്റി കോൺഗ്രസിന്റെയും UDF-ന്റെയും ജോസഫിന്റെയും മുസ്ലിം ലീഗിന്റെയും എല്ലാം. മറ്റൊരു കൂട്ടർ കേന്ദ്ര ഗവൺമെന്റ്, RSS, BJP, കേന്ദ്ര ഏജൻസിയായ ED എന്നൊക്കെ പറയുന്നവന്മാരുടെയും മനോനില തെറ്റി. അതേ തുടർന്നാണ് പ്രിയമുള്ളവര് കിഫ്ബിക്കെതിരെ കുരിശ് യുദ്ധം, നാടിന്റെ വികസനത്തിനെതിരെ ശബ്ദിക്കുന്നവന്മാര്, നാടിന്റെ പുരോഗതി തടയുക എന്ന ലക്ഷ്യമാണ് UDF-നും BJP-ക്കും RSS-നും ഉള്ളത്. അതാണ് ഈ ബഹളം ഉണ്ടാകുന്നത്. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. കേന്ദ്ര കീഴിയിൽ നിന്നും പറഞ്ഞ് ഞങ്ങളെ വരട്ടാൻ വരണ്ട എന്ന് ആദരണീയനായ മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകാൻ പറയാൻ കാരണം അതാണ്. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ വരട്ടണ്ട, കോൺഗ്രസ്സുകാരനെ ചുമ്മാ വരട്ടും, കാറ്റ് കാണിച്ച് പട്ടിയുടെ കൂട്ട 10 കോടി 15 കോടി എന്ന് പറയുമ്പം മനുഷ്യൻ കാണുമ്പോൾ വായി വെള്ളം ഊറുന്നത് പോലെ കോൺഗ്രസ് നേതാക്കന്മാർ, MP-മാർ, MLA-മാർ ചാപ്പി കയറും. അതുപോലെ കയറുന്നവരല്ല ഞങ്ങൾ എന്നാണ് പറഞ്ഞത് മുന്നറിയിപ്പ്. അവിടെ പ്രിയപ്പെട്ടവരെ, കിഫ്ബി വഴിയുള്ള പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകും.
ഈ സംസ്ഥാനത്തുടനീളം വലിയ പുരോഗതിയാണ്, നിസ്സാരമല്ല. എന്നത്തിന്റെ പ്രവർത്തനം ഫലപ്രദമല്ല. കാരണം സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കുന്നില്ല എന്ന പ്രശ്നമുണ്ടായിരുന്നു. ഭൂമി എടുക്കുന്നതിനുള്ള പണം മുടക്കിന് 25% സംസ്ഥാനം വഹിക്കാമെന്ന് ഏറ്റു. അത് കിഫ്ബി വഴിയുള്ള പണമാണ് മുടക്കുന്നത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് അതിവേഗ റെയിൽവേ, തിരുവനന്തപുരത്ത് നിന്ന് ജലപാത കാസർഗോട്ടേക്ക്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് നാട്ടിൽ മുഴുവൻ നടത്തുന്നത്. UDF കോഴി മുട്ടയിടുന്ന പോലെ രാജ്യത്തെല്ലാം മെഡിക്കൽ കോളേജും പറഞ്ഞ് പ്രഖ്യാപിച്ചു പോയി. ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തില്ല. ഇപ്പം അതിന്റെ പുറകെ നടപ്പാണ് ഞങ്ങളുടെ പണി. അതാണ് പ്രഖ്യാപിച്ചതല്ല. ഞാൻ പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ വലിയ മെഡിക്കൽ കോളേജാണ്. അവിടെ മെഡിക്കൽ മന്ത്രിയുടെ വീട്ടിന്റെ തർക്കലമാർക്കൽ ഒരു മെഡിക്കൽ കോളേജ്. ഇതൊക്കെയാണ് ഇവന്മാരുടെ പണി. ഇതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന രംഗത്തൊരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അത് ഇവർക്ക് സുഖിക്കുന്നില്ല. മനോനില തെറ്റിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും അനുയായികളുടെയും. അതാണ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. ഞങ്ങളെ രാജ്യത്തെ ഞങ്ങളുടെ പ്രകടനപത്രിക പറഞ്ഞു ലൈഫ് പരിപാടി. വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കും. അതാണ് 2,30,000-ലധികം വീട് പൂർത്തിയായി. ഇപ്പൊ ഇന്നലെ മുഖ്യമന്ത്രി അവലോകന യോഗം വിളിച്ചപ്പോ അതിലെല്ലാം കൂടുതലായും 240 അതിന് മുകളിലും ആകും, പൂർത്തിയാകും എന്നാണ് ഇന്നലെ കണ്ടുള്ളത്. വീടില്ലാത്തവർക്ക് വീട്. ഉമ്മൻചാണ്ടിയുടെ കൂട്ടാണോ 30,000 വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. പാതി അകത്തും പാതി പുറത്തും. ഞങ്ങൾ വരുമ്പോ പാവപ്പെട്ടവരുടെ വീട് പൊളിച്ച് തറ കെട്ടി പ്ലാസ്റ്റിക് കെട്ടി അതിന്റെ കീഴിലാണ് പലരും കിടന്നത്. അതാണ്. അത് ആദ്യം തീർത്തു കൊടുത്തു. എന്നാ ഉമ്മൻചാണ്ടിയുടെ വകയല്ലേ അവിടെ കിടക്കട്ടെ നല്ല ഞങ്ങൾ വെച്ചത്. പാവപ്പെട്ടവനാണ് കിടപ്പാടമില്ല. അതാണ് ഞങ്ങൾ എടുത്ത നിലപാടതാണ്. അതാണ് ഈ വീട് നിർമ്മാണ പ്രശ്നം വന്നപ്പോഴാണ് ഒരു വിദേശ മലയാളി, അദ്ദേഹത്തിന് സംവിധാനമുണ്ട്, സംഘടനയുണ്ട്, പാവപ്പെട്ട വീട് വെക്കാനും മറ്റു സഹായങ്ങളും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാം, ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കാം. ഗവൺമെന്റുമായി ധാരണയുണ്ടാക്കി ഫ്ലാറ്റ് നിർമ്മാണം നടത്തുന്നത് അവരാണ്. അതിന് കോൺട്രാക്ട് കൊടുത്തത് അവരാണ്. പണം കൊടുത്തത് അവരാണ്. ഗവൺമെന്റിന് ഫ്ലാറ്റ് നിർമ്മിച്ച് പൂർത്തിയാക്കി കൊടുത്താൽ നമ്മൾ വീടില്ലാത്തവർക്ക് അത് ഫ്ലാറ്റ് കൊടുക്കും. അതിനകത്ത് വീട് ഉണ്ട്, മുറിയുണ്ട്. ഒരുപാട് കുടുംബങ്ങൾക്ക് താമസിക്കാവുന്ന ഫ്ലാറ്റുകൾ നിർമ്മിക്കുക. അതാണ്. അതിന് ഞങ്ങൾ കമ്മീഷൻ മേടിച്ചു എന്നും പറഞ്ഞാണ് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നില്ല. അത് വിട്ടുവെന്ന് തോന്നുന്നു. ഫ്ലാറ്റ് നിർമ്മാണം തുടങ്ങിയത് അനിൽ അക്കരയുടെ മണ്ഡലത്തിലാണ്, വടക്കാഞ്ചേരിയിലാണ്. അതാ അതിന് ആദ്യം CBIക്ക് പെറ്റീഷൻ കൊടുത്തു. കത്ത് പുള്ളി പറഞ്ഞ CBI പുള്ളി അമ്മായിപ്പനാണെന്നോ മറ്റോ ഓർക്കുന്നു. 42 വോട്ടിന്റെ ഭൂരിപക്ഷം കൊണ്ട് ജയിച്ചതാ. അതാണ് ഇല്ലേ. എന്നിട്ട് ഫ്ലാറ്റ് നിർമ്മാണം നിന്നു. ഇപ്പൊ അയാളെ അവിടെ നിൽക്കാൻ വയ്യ. ഫ്ലാറ്റ് നിർമ്മാണം ഉടനെ തുടങ്ങണമെന്നും പറഞ്ഞിപ്പോ തൂക്കേടാ. എന്തൊരു വിരോധാഭാസമാണ് പ്രിയമുള്ളവര്. അതുകൊണ്ട് വീടില്ലാത്തവർക്ക് എല്ലാം വീട് കൊടുക്കും. ഇനി ഞങ്ങൾക്ക് അവസരം തന്നാൽ, അടുത്ത തെരഞ്ഞെടുപ്പിൽ അവസരം തന്നാൽ അന്നേരവും വീട് കൊടുക്കും. 5 ലക്ഷം വീട് വേണ്ടി വന്നാൽ കൊടുക്കുമെന്നാണ് പ്രഖ്യാപിക്കുന്നത്. 5 ലക്ഷം വീട് വെച്ച് കൊടുക്കും. കാരണം വീടില്ലെങ്കിൽ, അതിന്റെ കിടപ്പാടമില്ലെങ്കിൽ, അതിന്റെ വേദന അനുഭവിക്കുന്നവർക്ക് അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുള്ളൂ. അവിടെ നമ്മൾ ഈ നിലപാടാണ് ഗവൺമെന്റ് എടുക്കുക. ഇത് തന്നെയാണ് പെൻഷന്റെ കാര്യം. ഉമ്മൻചാണ്ടി 30 ലക്ഷം പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞു. പാതി മുക്കാലും കടവാ, ബാധ്യത. എന്താ കൊടുത്ത? 500 രൂപ വെച്ചാ. 500 രൂപ ആദ്യതാരാ? BSS തന്നെ ഗവൺമെന്റാ. ഇയാളല്ല. അവസാനം പുള്ളി കസരന്ന് പോകാൻ നേരത്ത് ആഹാരത്തിലെ പൊടിയിൽ പറ്റിയിട്ട് 600 ആക്കി. അത് ഞങ്ങളുടെ തലയില്. എന്നിട്ട് മേരി കുളിച്ചില്ലേലും കവിയെ കരപ്പുറത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞ പോലെയാണ് ഇത് സംബന്ധിച്ച് ഇത് പറയുക. അതല്ലേ എന്ത് ചെയ്തു? ഒന്നേരി പ്രവൃത്തിയോ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അത് മാറ്റി.
അദ്ദേഹത്തിന്റെ കാലത്ത് വന്ന് കുടിശ്ശിക തീർത്തു. അതിന് പുറമെ ഇത് 1400 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ജനുവരി 1 ആകുമ്പോൾ 1500 അത് 100 രൂപ കൂട്ടി കൊടുക്കും. അതാ ഇത് എങ്ങനെ കൊടുക്കണം. ഉമ്മൻചാണ്ടി പറഞ്ഞു ബാങ്കിൽ പൊക്കോ, അവിടെ പൊക്കോ, ഇവിടെ പൊക്കോ എന്ന് പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു നിങ്ങൾ അയലയിലൊന്നും പോകണ്ട, നിങ്ങൾ വീട്ടിൽ നിന്നാൽ മതി, നിങ്ങൾക്ക് വീട്ടിൽ തരാനുള്ള ഏർപ്പാടുണ്ടാക്കാം. 59 ലക്ഷം പേർക്കാണ് കൊടുക്കുന്നത്. 59 ലക്ഷം. ഇവർക്ക് ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? വേസ്റ്റ് ചെലവല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കോൺഗ്രസ് അങ്ങനാണ്, ഉമ്മൻചാണ്ടി അങ്ങനാണ്, BJP അങ്ങനാണ്. കാരണം ഭൂസ്വ വർഗത്തിന്റെ പാർട്ടിയാണ്, മുതലാളിമാരുടെ പാർട്ടിയാണ്, അവരുടെ താല്പര്യമാണ്. എന്നാൽ അവർക്ക് കൊടുക്കണം എന്നാണ് LDFന്റെ നിലപാടുക. എന്തുകൊണ്ടെന്നാൽ ഈ പാവപ്പെട്ട മനുഷ്യര് അവർക്ക് ആരോഗ്യമുള്ള കാലത്ത് ചെറുപ്പം മുതൽ ഈ സാമൂഹ്യത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്. ഇപ്പൊ പ്രായമായി, ആരോഗ്യമില്ല, മക്കളില്ലാത്തവരുണ്ട്, മക്കളുണ്ട്, ശേഷിയില്ല നോക്കാൻ. ശേഷിയുള്ള മക്കൾ തന്നെ ചിലത് അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുത്തില്ലാത്ത മക്കളുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രായമായി അവർക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കേണ്ട ബാധ്യത LDFന്റെ ഗവൺമെന്റിനുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ടാണ് പെൻഷൻ 59 ലക്ഷം കൊടുക്കുന്നത്. അത് ഞങ്ങളുടെ ബാധ്യതയാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇതാണ്. ഇതേപോലെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങളിതാ നിലപാടെടുത്ത്. ഞങ്ങൾ സ്വാശ്രയ സ്ഥാപനം തുടങ്ങുന്നില്ല, നിലവിലുള്ളത് നടന്നോട്ടെ. ഉന്നത വിദ്യാഭ്യാസം വേർപെടുത്തി ജയിലിലേൽപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗം രവീന്ദ്രൻ മാഷ് കൈകാര്യം ചെയ്യും. അതാ പൊതുവിദ്യാഭ്യാസ രംഗം ഹൈടെക്കാക്കി മാറ്റുക. 45,000 ക്ലാസ് മുറികൾ ഹൈടെക്കാക്കി. കോടിക്കണക്കിന് രൂപ മുടക്കി വിദ്യാഭ്യാസ രംഗം നവീകരിച്ചു, പരിഷ്കരിച്ചു. അബ്ദുൽ റബ്ബിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പാഠപുസ്തകം പോലും സമയത്ത് കിട്ടിയിരുന്നില്ല. ലീഗുകാരന് കമ്മീഷൻ കിട്ടാത്തതുകൊണ്ടാണ് എന്ന വിമർശനം അന്ന് തന്നെ ഉയർന്നു വന്നതാണ്. ഇല്ലേ? അബ്ദുൽ റബ്ബിനോട് ബന്ധക്കാർ ചോദിച്ചു, പാഠപുസ്തകം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പാഠപുസ്തകം ഇല്ലേലും പഠിക്കാമല്ലോ എന്നാണ് ലീഗുകാരനായ അബ്ദുൽ റബ്ബ് എന്ന് പറഞ്ഞത്. അത് ശരിയാ, പുള്ളി ചരിത്രപരമായി പഠിക്കുന്ന ആളാ. നമ്മുടെ പൂർവികന്മാർ ആദിമ മനുഷ്യൻ അന്ന് ഒന്നുമില്ലായിരുന്നു, നഗ്നനായിരുന്നു. പിന്നീട് മരവിളി കൊണ്ടോ മറ്റോ ഒക്കെ നാണം മറിച്ചു. അവിടുന്ന് വളർന്നാണ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ പാൻറ്റും കോട്ടും തൊപ്പിയെല്ലാം ഇട്ട് നടക്കുന്ന മനുഷ്യനായി വന്നത് എന്ന് ചരിത്രമേ പരിശോധിച്ചാൽ കാണും. പുള്ളി ചരിത്ര ബോധമുള്ള ആളാ വളരെ. അതുകൊണ്ടാണ് പഠിക്കാമല്ലോ. അത് ന്യായമാണോ പറഞ്ഞത്? അല്ല. ഞങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ട് പാഠപുസ്തകം. ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ്. ഇപ്പോ കോവിഡ് കാലമാണ്. ലോകത്ത് മുഴുവൻ വിദ്യാലയങ്ങളെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. കോളേജുകളത്, ഇന്ത്യയിലത്, എല്ലാ സംസ്ഥാനത്തും അത് ഇവിടെയും പൂട്ടിക്കിടക്കുകയാണ്. പക്ഷെ ഒരു കാര്യമാണ് പ്രിയമുള്ളത്, ഇവിടെ മാത്രം ക്ലാസ് നടക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്, LKG, UKG, 1ാം ക്ലാസ് മുതൽ ഉപരിതലത്തിലേക്കുള്ള പഠനം, പരീക്ഷ ഓൺലൈനിൽ നടത്തുക. എന്തുകൊണ്ട്? എന്തേലും പോരാളികളുടെയും നമ്മുടെ കുട്ടികളുടെ ഒരു വർഷം പോയി. അതിന് കഴിയുന്നത്ര ഇടപെടൽ വേണം. അതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നടന്നു വയ്ക്കുന്നത് ഒരിടത്തുമില്ല, ലോകത്തില്ല. അതാണ് ഈ ഞങ്ങളുടെ നിലപാടതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഞാൻ പറയാം, ഏത് രംഗത്തെ ഈ നിലയില് വൈദ്യുതി രംഗത്തെ ഞാൻ വൈദ്യുതി ബോർഡിന്റെ രംഗത്ത് എന്ത് ചെയ്യുന്ന ഗവൺമെന്റ് മിനിമം പരിപാടി പറഞ്ഞത്, 1, വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത വീടുണ്ടാവില്ല, സമ്പൂർണ്ണ വൈദ്യുതീകരണം കൊടുക്കും. ഒന്നതാണ്. 2, വൈദ്യുതി കട്ടുണ്ടാവില്ല. 3, ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, പൂർണ്ണമായി ഞങ്ങൾ നടപ്പിലാക്കിയില്ലേ? 17 ലക്ഷം കണക്ഷൻ പുതിയതായി കൊടുത്തു. അതാണ് 17 ലക്ഷമാണ്. ഈ കാലങ്ങളിലുണ്ടായ ഓക്കി ദുരന്തം, 18 വെള്ളപ്പൊക്കത്തെ തുടർന്ന് വന്ന നാശനഷ്ടം, 19 വെള്ളപ്പൊക്കത്തെ തുടർന്ന് വന്ന നാശനഷ്ടം, ഇപ്പൊ കോവിഡിനെ തുടർന്ന് വന്ന പ്രതിസന്ധി, ഇതിനെയെല്ലാം
നല്ല ഭംഗിയായി വൈദ്യുതി ബോർഡ് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്, വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി ഓക്കെ ദുരന്തം വരുമ്പോൾ ഞാൻ ഇടുക്കിയിലാണ്. വൈദ്യുതി ബോർഡിലെ ചെയർമാനെ വിളിച്ച് രാവിലെ 9:30 മണിക്ക് വൈദ്യുതി ബോർഡിന്റെ മീറ്റിംഗ് കൂടണം, ഞാനും പങ്കെടുക്കാമെന്ന് പറഞ്ഞു. 4 ദിവസം കൊണ്ട് ആ യോഗം കൂടി 4 ദിവസം കൊണ്ട് മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി. ഇത് തന്നെയാണ് 18-ലെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ വ്യക്തമായ തീരുമാനമെടുത്തു. 10 ദിവസം കൊണ്ട് 26 ലക്ഷം കണക്ഷൻ പോയി. അതാ 14,000 ട്രാൻസ്ഫോമറുകൾ പോയി, ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ പോയി, 6,000 കിലോമീറ്റർ ലൈൻ പോയി, 50 സബ്സ്റ്റേഷൻ കല്ലും മണ്ണും കയറി മൂടി, 19 പവർ സ്റ്റേഷൻ കല്ലും മണ്ണും കയറി മൂടി. ഇവിടുത്തെ ലോവർ പെരിയാറെല്ലാം മൂടിപ്പോയ കൂട്ടത്തിലാണ്. ഇതെല്ലാം 10 ദിവസം കൊണ്ട് പരിഹാരമുണ്ടാക്കി. അത്ര കാര്യക്ഷമതയോടുകൂടി വൈദ്യുതി ബോർഡില് അതിലെ ജീവനക്കാർ എല്ലാ തലത്തിലുമുള്ളവര് ബന്ധപ്പെട്ടവരടക്കം ആ പ്രവർത്തനത്തിൽ പങ്കാളിയായി എന്ന് പറഞ്ഞാൽ നിസ്സാരമായി കാര്യമല്ല. ഇവിടെ കമ്പ്യൂട്ടർ വൈദ്യുതീകരണം നടത്തുന്നത് വൈദ്യുതി ഉത്പാദനം കൂടുതലുള്ളതുകൊണ്ടല്ല. നമുക്ക് ആവശ്യമുള്ളതിന്റെ 30%, ഇപ്പം ഏറിയാൽ ഒരു 35% ഉത്പാദനം കാണും. ബാക്കി വലിയ വിലയ്ക്ക് വാങ്ങിയാണ് കൊടുക്കുക. 2,500 കോടി രൂപ ഒരു വർഷം വൈദ്യുതി വാങ്ങുന്നതിന് മുടക്കുന്നുണ്ട്. എന്നിട്ടാണ് വിവിധ സൗജന്യങ്ങളടക്കം കൊടുക്കുന്നത്. വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനം ഈ നിലയിൽ ക്രിയാത്മകമായി. കൃഷി വകുപ്പ് ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനമാണ് നടത്തുന്നത്. നല്ല പ്രവർത്തനം. കാർഷിക ഉൽപാദനം കൂടി, പച്ചക്കറി ഉൽപാദനം കൂടി, തരിച്ചു കിടന്ന ഭൂമി ഏറ്റെടുത്ത് നെല്ലുൽപാദനം കൂടി. അത് ഓക്കി ദുരന്തം വന്നതിനെ തുടർന്ന് ഇപ്പോഴത്തെ കോവിഡിനെ തുടർന്ന് പ്രത്യേക സ്കെയിൽ തന്നെ തയ്യാറാക്കി. അതാണ് ഇത് തന്നെയാണ് സിവിൽ സപ്ലൈ വകുപ്പ്. ഇതുപോലെ സേവനം ചെയ്തൊരു കാലഘട്ടം സിവിൽ സപ്ലൈ വകുപ്പിനുണ്ടോ? ഇല്ല എന്നുള്ളത് പ്രിയപ്പെട്ടവര് സത്യസന്ധമായ കാര്യമാണ്. ആരോഗ്യ വകുപ്പ് കോവിഡ് വന്നതിനെ തുടർന്ന് പ്രത്യേകം അതിന് മുൻപ് തന്നെ കാര്യക്ഷമമാക്കി പ്രവർത്തിച്ചു. ഫലപ്രദമായി പ്രവർത്തനമാണ് എല്ലാ രംഗത്തും. വ്യവസായ വകുപ്പ് എങ്ങനെ? ലീഗിന്റെ മേച്ചസ്ഥല ഞങ്ങൾ ലാഭമാക്കും. ഞങ്ങൾ പോയി അവർ വരും. കുഞ്ഞായി കുട്ടിയെ കിട്ടിയൊക്കെ ഏൽപ്പിക്കും. കാറ്റ് മുടിച്ചും നാശമാക്കും. പിന്നെ ഞങ്ങൾ വരും. വീണ്ടും ഞങ്ങൾ ലാഭമാക്കും. ഈ പ്രക്രിയയാണ് നടക്കുക. അതാണ് ഇപ്പൊ ഇങ്ങനെ ലാഭമായി തുടങ്ങിയിട്ടുണ്ട്. മെച്ചപ്പെട്ടു. അതാണ്. അതുകൊണ്ട് തൊഴിലാളികൾ കിട്ടിയാൽ നിലനിന്ന് പോകും. നമ്മൾ വീടും വ്യവസായ വകുപ്പ് അവരുടെ മേച്ചിൽ ഒരു അനേകികാരൻ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. കുട്ടി ഇപ്പൊ കേന്ദ്രത്തിലേക്ക് പോയി. അവിടെ പോയാൽ ഇപ്പൊ ഞങ്ങളാണെന്നാ പറഞ്ഞത്. പിന്നെ അവിടെ ഇപ്പൊ അറിയാതെ വരും. നന്നായി തിന്നാവുന്നത് പോയാ ഇതേ ബ്രേക്കസിയാന്നായി ഇപ്പൊ തിരിച്ചു വീണ്ടും കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നിരിക്കുകയാണ്. ലീഗ് എന്ന് പറഞ്ഞാൽ കച്ചവടം, കമ്മീഷൻ, കത്ത്, അതാണ് മതി. അവര് അല്ലേ പറ. ഇവിടെ ലീഗുകാരുണ്ടോ കുറച്ച് പേര്? ഇല്ലേ? അവിടെ പണിയാണ്. എന്തെല്ലാം പണിയാണ്. 100 കണക്കിന് കോടിയാണ് MLA പറ്റിച്ചത്. കുഴപ്പമാണ്. ഒരു മാറ്റാറത്തെ വിശദീകരണം പറ. എന്ത് ന്യായ പരിയുള്ളവര് നാട്ടുകാരെ പറ്റിച്ച് പോകും. വലിയ തട്ടിപ്പ് നടത്തുക. അതിന് ബിസിനസ് കുഴപ്പമായി. അതെ, വേറെ ഒരുത്തരുണ്ട് ഒരു തീവ്രവാദി. ഉള്ളേ പോവും. വേറെ ഒരാൾ പാലം പണിപോയി. ഇപ്പം ചെയ്യില്ല. പാലം വീഴുന്ന നിലയായി. അത് പൊളിച്ചു. അതിനകത്ത് കേസ്. ഇങ്ങനൊക്കെയാണ് ഇവരുള്ളത്. ഇല്ലേ? ഇതൊക്കെയാണ് ഇവര്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ റൂട്ടല്ല, ഇത് മാറിയ റൂട്ടാണ്. LDF ഞാൻ പറയാം, ഇവിടെ കോൺഗ്രസുകാർ അനൗൺസ് ചെയ്യുക ഇവിടെ സമരമായിരുന്നു. ആരാ? PJ ജോസഫ്. ഇതിപ്പോ നാണം കേട്ടോന്നായി. എന്ത് നേടി PJ ജോസഫ് എന്ന് പറയുന്ന മാന്യൻ പണ്ട് കരുണാകരന്റെ മന്ത്രിസഭയിലുള്ളപ്പോ 5-6 പേർക്ക് പട്ടയം കൊടുത്തു. കരുണാകരൻ പറഞ്ഞു, ജോസഫേ
പട്ടയം മേടിച്ച് റവന്യൂ ഓഫീസിൽ കൊണ്ട് വെച്ചോണം. ഇല്ല നിന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞു പെഴുത്തു ജോസഫ്. പട്ടയം മുഴുവൻ മേടിച്ചുകൊണ്ട് വിട്ടു. ആ ചരിത്രമുള്ളവന്മാരാണ് മലയോര പ്രദേശത്തെ കൃഷിക്കാര്. ഇവിടെ നമ്മളോട് ഒരിക്കലും നീതി പുലർത്താത്തവന്മാരാണ്. ആരെ എന്ന് ചോദിച്ചാൽ കോൺഗ്രസാണ്. അതല്ലേ നിങ്ങളുടെ പാരമ്പര്യം? അയ്യപ്പത്തിൽ കുടിയൊഴിപ്പിക്കൽ, ആനച്ചാലിലെ കുടിയൊഴിപ്പിക്കൽ, 64 6 സെക്കൻഡ് ചുള്ളിക്കീഴ് തൊട്ടിലെ കുടിയൊഴിപ്പിക്കൽ, പട്ടയക്കുടിയിലെ കുടിയൊഴിപ്പിക്കൽ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര കുടിയൊഴിപ്പിക്കലാണ് നിങ്ങൾ നടത്തിയത്? എത്ര അല്ലേ? അതിനെല്ലാം നേരിടും അതിനെതിരെ പൊരുതിനും കമ്മ്യൂണിസ്റ്റ് മാറ്റി. ഒന്ന് അവയൊക്കെ കമ്മ്യൂണിസ്റ്റ് മാറ്റി. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM കർഷക പ്രസ്ഥാനം LDFും പ്രക്ഷോഭവും സമരവും നടത്തിയിട്ടുണ്ട്. ഇതാണ് പാരമ്പര്യം. ആ നിലയിലാണ് നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തത്. അതാണ് ഇപ്പൊ ഇവിടെ സത്യാഗ്രഹമായിരുന്നു കുറെ ദിവസം. എന്നിട്ട് എന്തായി? നിങ്ങൾ ഇരുന്നില്ലേ ഞങ്ങൾ കൊടുക്കാനുള്ള പട്ടയം കൊടുക്കും. 40,000 പേർക്ക് പട്ടയം കൊടുത്തു. ബാക്കിയും കൊടുക്കും. 10 വെറ്റിലും കൊടുക്കണം. 10 വെറ്റിലും പട്ടയം കൊടുത്തു. ചുരുക്കത്തോട് നിങ്ങൾ 6 സെക്കൻഡ് ഒഴിപ്പിച്ചതല്ലേ? 67 ഞങ്ങളുടെ ഗവൺമെന്റ് വന്നപ്പോഴാണ് പുനരുദ്ധരിപ്പിച്ചത്. അവർക്കും പട്ടയം കൊടുത്തു. കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്ത് ഞാനാണ് പട്ടയം വിതരണം ചെയ്തത്. ഇനി ബാക്കിയുള്ളവർക്കും കൊടുക്കും. ഭൂപ്രശ്നം തീർക്കണം എന്ന്. എന്താ ഇവിടുത്തെ ഭൂപ്രശ്നം? 1,65,000 പേർക്ക് കേരള സംസ്ഥാനത്ത് പട്ടയം കൊടുത്തു. ഇവിടെ 40,000 പേർക്ക് കൊടുത്തു. ഇപ്പൊ പ്രശ്നമുണ്ട്. എന്താ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേരള ഹൈക്കോടതിയിൽ വിധി പുറപ്പെടുവിച്ചു. 3ാം മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് NOC വേണം, നിയന്ത്രണം വേണം. അതാ ഉമ്മൻചാണ്ടി ഒന്നും ചെയ്തില്ല. ഞങ്ങളുടെ ഗവൺമെന്റ് വന്നപ്പോൾ അത് സമയത്ത് ആലോചിച്ചു ചില തീരുമാനങ്ങളെല്ലാം എടുത്തു. അപ്പോ കോൺഗ്രസിനകത്ത് ആലോചിച്ചിട്ട് വൈശമാലിക്കാരി വനിതാ കോൺഗ്രസ് പ്രവർത്തക അവരിപ്പോ അവിടെ സ്ഥാനാർത്ഥിയാ. അവരെ കൊണ്ട് ഹൈക്കോടതി പെറ്റീഷൻ കൊടുത്തു. ബാക്കി കൊഴൽനാടൻ KPCC സെക്രട്ടറി കോൺഗ്രസ് നേതാവാണ് കേസ് വാദിച്ചത്. വാദിച്ചെന്ന് തോന്നുന്നു ഹൈക്കോടതി പറഞ്ഞു മൂന്നാറിലെ നിയന്ത്രണം കേരള സംസ്ഥാനത്ത് മുഴുവൻ വരുത്തിക്കൂ. അതാണ് വാങ്ങിച്ചെടുത്തതാണ് വിധി. എന്നിട്ട് ഞങ്ങളുടെ തക്കിട്ട് കയറുക. ഞങ്ങളിപ്പോ കേരള സുപ്രീം കോടതിയിൽ പോയി സ്റ്റേ ചെയ്യാൻ പെറ്റീഷൻ കൊടുത്തു. അവിടെ കൊഴൽനാടൻ വന്നു. P. ചിദംബരം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ്, മുൻ കേന്ദ്രമന്ത്രി, പ്രഗത്ഭനായ വക്കീലാണ്. അദ്ദേഹമാണ് വാദിച്ചത്. സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത് അപ്പീൽ തള്ളി. ഇത് അതിന് നടപടി നമ്മൾ നിർത്തേണ്ടതുണ്ട്. ഇപ്പം തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ജനങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കും. ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കും. അതാണ് ഞങ്ങൾ 64 നിയമം ഭേദഗതി ചെയ്യണമെന്ന് യോന്മാര് പറയുക. ആര് കൊണ്ടുവന്ന നിയമം പറഞ്ഞേ കേട്ടാത്തോന്നും ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. യവന്മാരൊക്കെ ഉണ്ടാക്കിയതാ. കരുണാകരനോ ആചാര്യവാദിയിലും ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. 93 നിയമം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, നിങ്ങൾ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് എന്താ ആലോചിച്ചേ? എന്തായാലും ഇരിക്കില്ല, അത് പാവങ്ങളല്ലേ, ഓരോ ഏക്കർ കൊടുത്തേക്കാം. പിന്നെ 1 ലക്ഷം രൂപ താഴെ വരുമാനം. ഇതൊക്കെ കാർന്നവന്മാര് കണ്ടതല്ലേ ഇവിടുത്തെ ഭൂമി. അതല്ലേ അങ്ങനെയല്ല തീരുമാനിച്ചേ. പിണറായി വിജയൻ പറഞ്ഞു അത് വേണ്ട, ഉപാധിരഹിതമായ പട്ടയം കൊടുക്കാം. 4 ഏക്കർ വരെ കൊടുക്കാം. അവരെ അധ്വാനിച്ച് കുരുമുളകോ ഏലവോ ഒക്കെ വെച്ച് കാശ് കാണും. അവരെ കാശ് പിടിച്ചു പറിക്കൊന്നും വേണ്ട, വരുമാനം നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 40,000 പേർക്ക് കൊടുത്തത്. കോൺഗ്രസ് നാണവും മാനവും ഇല്ലാത്തവർ എന്നാലും അനവധി ചെയ്ത് കൈപ്പത്തി കാര്യം ചപ്പത്തിയും കൊണ്ട് നടക്കുക. അതാണ്. അതുകൊണ്ട് പട്ടയം കൊടുക്കും, ഭൂപ്രശ്നം തീർക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. ജനാധിപത്യ മുന്നണി പറഞ്ഞ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി ഞങ്ങൾ നിർവഹിച്ചു. ഈ ഘട്ടത്തിലാണ് പുതിയ ഇപ്പൊ കോവിഡ് വന്നത്. കോവിഡ് 19 മാനവ രാഷ്ട്രീയം കൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ്. കോടിക്കണക്കിന് ആൾക്കാർക്ക് രോഗം വന്നു. പ്രിയമുള്ളവരെ, എന്തായാലും മരിച്ചു എന്നുള്ളതിന് തെറ്റമില്ല. ഇപ്പം അതാണ് കോടിക്കണക്കിന് മരിച്ചിട്ടുണ്ടാവും. അതാണ് കോവിഡ് 19 പ്രത്യേകത. മാറാ രോഗമാണ്.
ഇതിന് മരുന്നായില്ല, ഗവേഷണം നടക്കുന്നുണ്ട്. പലർക്കും ആയി എന്നൊക്കെ പറഞ്ഞ് ഇന്നും പത്രത്തിലുണ്ടെങ്കിലും അതെല്ലാം ഇനി പരീക്ഷണം നോക്കണം. ഇനി ഇൻജക്ഷൻ ചെയ്ത് വേറെ ഒന്നും പറയാൻ പറ്റുകയില്ല. അപ്പോ ഈ നിലയിലാണ് കാര്യങ്ങൾ. കോവിഡ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നത് എവിടെ? അമേരിക്കയിൽ. അമേരിക്കയിലെ അന്നത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു മട്ടനായിരുന്നു. അദ്ദേഹം ഇപ്പൊ തോറ്റു. എന്നാലും കസേരയെന്ന് വിടാതെ പിടിച്ചിരിക്കുക. പുള്ളി പറഞ്ഞു 2,00,000 പേര് ചാകുന്നു, മാറ്റൊന്നും വേണമെന്ന് പറഞ്ഞു. വാട്ടൻ എന്ന് പറഞ്ഞ വാട്ടൻ. അവിടെ എന്ത് വന്നു? കോടിക്കണക്കിന് ആളുകൾക്ക് അവിടെ രോഗം വന്നത്. അതുകൊണ്ട് തന്നെ അയാളെ ജനങ്ങൾ തോൽപ്പിച്ചു. വലിയ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് എതിരായി ജയിച്ചിരിക്കുന്നത്, നിസ്സാരമല്ല. അദ്ദേഹത്തെ അതേ മുഖത്തേക്കെത്താവുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. പുള്ളി പറഞ്ഞ ഒന്ന് ദീപം കളിച്ചാൽ മതി, എണ്ണം കൊട്ടിയാൽ മതി. RSSകാർ പറഞ്ഞു ഗോമൂത്രം കഴിച്ചാൽ മതി. ചില RSSകാർ പറഞ്ഞു രാമക്ഷേത്രം ശിലാന്യാസം കഴിഞ്ഞാൽ എല്ലാം തീർന്നോളൂ. സാക്ഷാൽ രാമന് പോലും കോവിഡ് പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലിയ സങ്കീർണമാണ്. ഇത് ചൈനയിലാണ് തുടങ്ങിയത്. 85,000 പേർക്ക് വന്നു, 4,100 പേര് മരിച്ചു എന്നാണ് കണക്കാക്കിയത്. 30 ദശലക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാര് കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി. ഇപ്പം നിയന്ത്രിച്ചു. 390 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ മരിച്ചു രോഗം ബാധിച്ച്. അതാ ചെറിയ രാജ്യമാണ് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യം ക്യൂബ. 123 പേര് മരിച്ചു. അവർ നിയന്ത്രണ വിധേയമാക്കി എന്ന് മാത്രമല്ല, ക്യൂബയിലെ ഡോക്ടർമാർ ലോകത്തെല്ലാം പോയി സേവനം ചെയ്യുന്നു എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ. ആ നിലയിലാണ് പ്രവർത്തിക്കുക. വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് ഗവൺമെന്റ്. അവരെല്ലാം നേരിട്ടു. 139 പേര് മരിച്ചു. ഇപ്പൊ നിയന്ത്രണ വിധേയമാണ്. വടക്കൻ കൊറിയ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പൊ പ്രകൃതി ശോഭം നടക്കുകയാണ്. ഈ നിലയിൽ പ്രിയപ്പെട്ടവരെ, സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഫലപ്രദമായി നേരിട്ടു. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമാണ് ഗവൺമെന്റ്. കേരളം ലോകത്തിന് മാതൃകയായിട്ടാണ് പ്രവർത്തിച്ചത്. ലോകം മുഴുവൻ ചർച്ച ചെയ്തു കേരള മോഡൽ എന്ന് പറഞ്ഞ്. അതാണ് ലോകാരോഗ്യ സംഘടന നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ വിളിച്ച് അഭിനന്ദിച്ചു. അതാണ് ഐക്യരാഷ്ട്ര സംഘടന മറ്റ് രാജ്യങ്ങൾ കേരള മോഡൽ കോവിഡ് വിരുദ്ധ പ്രവർത്തനം, കോവിഡിനെ നേരിട്ട രീതി അഭിനന്ദനം കിട്ടിയതാണ്. ആലോചിച്ച ഫലപ്രദമായ പ്രവർത്തനം ഇവിടെ സ്വീകരിച്ചു. ആരോഗ്യ വകുപ്പ് പ്രവർത്തനം കാര്യക്ഷമമാക്കി. എല്ലാ രംഗത്തും ആശുപത്രികളുടെ പ്രവർത്തനം വിപുലമാക്കി. കോവിഡ് വാർഡുകൾ പ്രത്യേകം സ്ഥാപിച്ചു. കാരണം സാധാരണ വാർഡിൽ മറ്റു രോഗികളുടെ കൂടെ കിടത്താനാവില്ല. അപ്പൊ രോഗം പടരും. ഈ നിലയിൽ മന്ത്രിസഭ കൂടുമ്പം 3 മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യമേ ഉള്ളൂ. കൂടുതൽ ഭക്ഷ്യധാന്യം ശേഖരിക്കാൻ തീരുമാനിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ജനങ്ങളോടൊപ്പം നിന്ന് ഗവൺമെന്റ് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഞങ്ങൾ പ്രവർത്തിച്ചു. യോജിച്ച പ്രവർത്തനമെന്ന മുദ്രാവാക്യമാണ് ഉയർത്തത്. UDF കൂടെ യോജിച്ചു എന്ന് പറയേ അടിയെ വേലവെക്കുകയാണ് ചെയ്തത്. അവരെ നടത്തിയ അക്രമ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ പഠനം കാരണം. അതാണ് രോഗം, വേറെ ഒന്നുമല്ല. അവരുടെ മാർഗമതാണ്. അതുകൊണ്ട് ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനമാണ് 888 ലക്ഷം പേർക്കാണ് കാർഡ് കിറ്റ് കൊടുത്തത്. അതാണ് വിവിധ ഘട്ടങ്ങളിൽ. കാർഡ് ഇല്ലാത്തവർക്കും കൊടുത്തു. എങ്ങനെ? സ്കൂൾ കുട്ടികൾക്ക് പോലും കിറ്റ് കൊടുത്തു. ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോടൊപ്പം വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, ലോകത്തേത് സംഘടന ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെങ്കിലും ചെയ്തോ? നരേന്ദ്രമോദി എന്നാ ചെയ്തേ? 5 കിലോ പൂഴ്ത്തി അരി, 5 കിലോ അരി. അതാണ് ഈ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. നിസ്സാര കാര്യമല്ല. അതിന്റെ പുരോഗതി ഈ രംഗത്ത് ജനങ്ങൾക്കുണ്ട്. അതാണ് ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നു വന്നപ്പോ ഊർജ്ജ ഉത്പാദന സ്കീം എന്ന സഖ്യം മുന്നോട്ട് വെച്ചു. പച്ചക്കറി ഉത്പാദനം കൃഷി വികസിപ്പിച്ചു.
14 പച്ചക്കറിക്ക് പകരം നിശ്ചയിച്ചു. ലോകത്തൊരു ഗവൺമെന്റ് ചെയ്യാത്തതാണ്. കൃഷി വകുപ്പ് ആ നിലയിൽ പ്രവർത്തിച്ചു. ഏറ്റവും ഭംഗിയായി സിവിൽ സപ്ലൈ വകുപ്പ് പ്രവർത്തിച്ചു. ആ നിലയിൽ കേന്ദ്രീകരിച്ച് ഗവൺമെന്റ് ഫലപ്രദമായ പ്രവർത്തനമാണ് നടത്തിയത്. ഓരോ ദിവസവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തുന്ന പത്രസമ്മേളനത്തിൽ ചെവി കൊടുത്തു. ജനങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ പ്രവർത്തിച്ചു. മേലിലും ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കും. അതാണ് ഞങ്ങളുടെ രീതി. അതുകൊണ്ട് ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനമാണ് കോവിഡ് രോഗത്തിനെതിരെയും മഹാരോഗത്തിനെതിരെയും നടത്തിയത്. അതാ പണ്ട് പ്ലേഗും മസൂരിയൊക്കെ വന്നപ്പം അതിന് മരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ മരിച്ചു. പിന്നീടാണ് മരുന്ന് കണ്ടെത്തിയത്. ഇപ്പോഴും അതാണ്. ഇന്നലെ നാളെ ഫലപ്രദമായ ഔഷധം കാണും. ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം നടത്തുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇതിനെതിരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട ബാധ്യത നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് LDF ഗവൺമെന്റ് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നു, ജനക്ഷേമകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് തടസ്സമുണ്ടാക്കുക അത് കേന്ദ്ര ഗവൺമെന്റ്, RSS, ED, ഇവിടെ UDF-കാർ ആ കൂടെ കൂടുക. അതാണ് അവരെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. കേന്ദ്ര BJP-യെ സംബന്ധിച്ച് ഇവിടെ നമ്മളെ ചാക്കടിയിൽ നടക്കുകയല്ല. അതാ ആ വിലക്കെടുക്കാൻ കഴിയില്ല. കോൺഗ്രസ് ആണെ വിലക്കെടുക്കാം. കോൺഗ്രസിന്റെ ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റുകളെയും വിലക്കെടുത്തു. ഇത് കോൺഗ്രസിനുള്ള മഹാരാഷ്ട്രയിൽ ഒരു ജൂനിയർ പങ്കാളിയാ. അവിടെ ശരത് പവാറും പിന്നെ ശിവസേനയൊക്കെയാണ് വിപ്ലവ സെക്രട്ടറി. അതുകൊണ്ട് വേറെ പണിയൊന്നും നടക്കുകയില്ല. അല്ലെങ്കിൽ അവിടെയും ചാക്കിക്കേറും. കോൺഗ്രസ് MLA-മാരെന്ന് പറഞ്ഞാൽ 10 കോടി 15 കോടി എന്ന് പറഞ്ഞാൽ മത്സ്യം കാണുമ്പോൾ വിളയുന്ന പട്ടിയുടെ സ്വഭാവം. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര ഗവൺമെന്റുകളെയാണ് അട്ടിമറിച്ച് കളഞ്ഞത് ഇല്ലേ? ഇപ്പോ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നു, കണ്ടില്ലേ? തെരഞ്ഞെടുപ്പ് കണക്ക് പറഞ്ഞ് 70 സീറ്റ് മേടിച്ചു. അതിനുള്ള പാർട്ടി ഇല്ലവരെ കോൺഗ്രസ്. അതാണ് 19 ജയിച്ചു, 51 തോറ്റു. ജയിച്ച 19 9 BJP-യുടെ പിടിയില്ല. എവിടോ കൊണ്ട് ഒളിപ്പിച്ച് വാർപ്പിച്ചിരിക്കുക. അത് തന്നെ. അതാണ് കോൺഗ്രസിന്റെ സ്ഥിതി. ഇപ്പോ നേതാവുണ്ടോ? ആകെ പ്രസിഡന്റ്. എന്താണ് വില? കണ്ടില്ലേ? അതുകൊണ്ട്
ഇപ്പോൾ രാജ്യം വലിയ ഗുരുതരമായ അവസ്ഥയിലാണ്, പ്രതിസന്ധിയിലാണ്, വലിയ ഗുരുതരം. ദശലക്ഷക്കണക്കിന് കൃഷിക്കാർ ഡൽഹി വളഞ്ഞിരിക്കുക നരേന്ദ്രമോദിയും കൂട്ടര്. ചർച്ച നടത്തിയിട്ടും തീരുന്നില്ല. ഇന്ത്യൻ ചർച്ച ഉണ്ടായിരുന്നു, തീർന്നില്ല, ഇല്ലേ? തീർന്നില്ല. എന്ത് നരേന്ദ്രമോദി ഇന്ത്യൻ കുത്തകൾക്ക് വേണ്ടി ഇന്ത്യൻ കൃഷിക്കാരെ കൊള്ളയടിക്കാൻ വേണ്ടിയുള്ള നിയമം കൊണ്ടൊന്നും ഓർഡിനൻസ് ഇറക്കി. അതാണ് അത് പിൻവലിക്കണമെന്നാണ് ഡിമാൻഡ്. അതുകൊണ്ടാണ് എല്ലാ കർഷക സംഘടനയുണ്ട്. ഇന്ത്യയിലെ 5 ഇടതുപക്ഷ പാർട്ടികളിൽ പിന്തുണ പിൻവലിച്ചിട്ടുണ്ട്. കൂടുതൽ ശക്തമായ ബഹുജന സമരം ഇനിയും വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. 26-ാം തീയതി 25-30 കോടിയോളം തൊഴിലാളി വർഗമാണ് പണിമുടക്കിയത്. എന്തുകൊണ്ട്? ഇന്ത്യൻ കുത്തക മുതലാളിമാർ കലേശം തൊഴിലാളിയെ പിരിച്ചുവിടാൻ അവസരം നൽകുന്നു. നരേന്ദ്രമോദിയും കൂട്ടരും തൊഴിലാളി ദ്രോഹം ചെയ്യുന്നു. ഇന്ത്യൻ കുത്തകൾക്ക് അവസാനം പാടുന്നു, അവരുടെ പാകസേവ ചെയ്യുന്നു. അതിനെതിരെയാണ് ഇന്ത്യൻ തൊഴിലാളികൾക്കും പണിമുടക്കിയത്. പൊതുമേഖല വിറ്റ് തുലയ്ക്കുന്നു, തൊഴിലാളി ദ്രോഹ നയം സ്വീകരിക്കുന്നു. അതിനെതിരെയാണ് 25 കോടിയോ 30 കോടിയോ ആളുകളാണ് പണിമുടക്കിയത്. എല്ലാ ട്രേഡ് യൂണിയനുമുണ്ട്. ആ പണിമുടക്ക് ഐതിഹാസികമായ പാടുകളുണ്ട്. ഇവിടെ പൗരത്വ ബില്ല് കൊണ്ടുവന്നു. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ, മുസൽമാന്മാരെ കശാപ്പ് ചെയ്യാൻ വേണ്ടി, ഒഴിവാക്കാൻ വേണ്ടിയുള്ളതാണ് ആ ബില്ല്. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് രാജ്യത്ത് നടന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ കലാപം, ആക്രമണം, ദളിത് വിഭാഗങ്ങൾക്കെതിരെ ആക്രമണം. യുപിയിൽ കണ്ടില്ലേ? യുപിയിൽ ദളിത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് മേൽജാതിക്കാർ കൊന്നു. അല്ലെ? BJPയുടെ ഗവൺമെന്റ്, ആദിത്യനാഥിന്റെ ഗവൺമെന്റ്, പോലീസ് ആ കുടുംബത്തെ കാണിക്കാൻ പോലും കൂട്ടാക്കാതെ കൊണ്ട് ചൂട്ടുകളഞ്ഞു, കത്തിച്ചു കളഞ്ഞു. അത് വലിയ പ്രശ്നമായി. ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിലും കേസാണ്, വലിയ വാർത്തയാണ്. ദളിത് ജനവിഭാഗങ്ങളെ കശാപ്പ് ചെയ്യും. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഹിന്ദു എന്ന് പറയുമ്പം ഈ രാജ്യത്തെ സവർണ മേധാവികളായ അവരുടെ പാർട്ടിയാണ് പഴയ ജാതി വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകുക. RSSന്റെ കാഴ്ചപ്പാടും പരിപാടിയുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ ഏത് സംസ്ഥാനം നോക്കിയാലും ഒരു പച്ചത്തുരുത്ത് പോലെ ആത്മവിശ്വാസം ഇന്ത്യൻ ജനതയ്ക്ക് കിട്ടുന്നത് ഈ കേരളത്തിൽ മാത്രമാണ്. കേരളം മാത്രമാണ് വേറിട്ട ഒരു സംവിധാനം. അത് നിസ്സാരമല്ല. അത് അട്ടിമറിക്കാൻ BJP കോൺഗ്രസുമായി കൂട്ടുകച്ചവടം നടത്തുന്നു. ഇവിടുത്തെ UDFകാർ RSS കൂട്ടുനിൽക്കുന്നു. അതാണ് ഈ ഗവൺമെന്റിനെതിരെ അവിടെ നടത്തുന്ന അക്രമ സമരത്തിന്റെ ആകത്തുക എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കേണ്ടതുണ്ട്. അതിപ്രധാനമാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു. ഈ ഗവൺമെന്റിനെ അപവാദ പ്രചാരം നിലനിർത്തുക. പത്രങ്ങൾ മനോരമയും മാതൃഭൂമിയും ഒരു മാധ്യമ സിൻഡിക്കേറ്റ് കൂടിയാണ് ആലോചന നടത്തുക. അതാ അതിന്റെ ഭാഗമാണ്. കണ്ടില്ലേ, ഒരു സ്വപ്ന എന്ന് പറയുന്ന സ്ത്രീയെ സ്വർണ്ണം കള്ളക്കടത്ത് നടത്തുക. പത്രങ്ങളിലെല്ലാം എഴുതുന്നു, മനോരമ എഴുതുന്നു, മാതൃഭൂമി എഴുതുന്നു. UDFകാരെ, കോൺഗ്രസുകാരെ, RSSകാരെ, കേന്ദ്ര സഹമന്ത്രി, മറിച്ചവൻ എല്ലാം പറയാം. ലോക ചരിത്രത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടോ? എന്തൊരു കഷ്ടകാലമാണ് ഇത്. പിണറായി വിജയൻ ഗവൺമെന്റ് പിന്തുണയോടുകൂടിയല്ലേ നടക്കുന്നത് എന്നെല്ലാമുള്ള ഒരു വരെ ചെറ്റ വർത്തമാനമാണ് പറഞ്ഞത്. ചെറ്റത്തരം എന്ന് പറയാം. സ്വപ്ന ഇറക്കിയത് ആദ്യം ഇറക്കിയതാ 23ാമത്തെ പ്രാവശ്യം ഇറക്കിയത്. അതിന് മുമ്പ് 22 പ്രാവശ്യം സ്വർണ്ണം കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട്. 1000 ടൺ സ്വർണം ഇവിടെ കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. ആർക്കും തർക്കം വേണ്ട. വരുന്നത് 3 വഴിയാ. 1 വിമാനം, 2 കപ്പല്, 3 നേപ്പാൾ വഴി തോന്നുന്നുണ്ടല്ല. അതാ ഈ 3 വഴിയാണ് വരിക. വരാൻ സൗകര്യമതാണ്. അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഇത്തോടെ ആരോ ഒറ്റ കൊടുത്തിട്ടാ പിടിച്ചത്. ഒറ്റ വിളിച്ചു പറഞ്ഞപ്പോ പിടിച്ചില്ലെങ്കിൽ കൂടുതൽ നിൽക്കുന്നവരും പ്രതിയാകും.
അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പറയാം, കോൺഗ്രസ് ഭരിച്ചപ്പോ ഇവര് ഭരിച്ചപ്പോ BJP ഭരിച്ചപ്പോ ഇവര് അറിയാതെ ഇവരുടെ സംവിധാനങ്ങൾ കൂട്ടു നിൽക്കാതെ സ്വർണം എങ്ങനെ വരൂടെ? അങ്ങനെ സ്വർണ്ണമൊന്നും വരില്ല. കേന്ദ്ര ഗവൺമെന്റ് അതിൽ ഏജൻസി കൂട്ടു നിന്നിട്ടാണ് സ്വർണം വലിയ പൊടിപ്പിലെടുത്ത്. ഇപ്പൊ എന്താണെന്നോ, സ്വർണത്തിന്റെ ഉടമസ്ഥനില്ല, ഇവിടെ ആർക്കും കൊണ്ടുവന്ന അവനില്ല, കമ്പനികൾ വേണ്ടി കൊണ്ടുവന്നവരുണ്ട്. അതാണ് ഇപ്പൊ സ്വർണം പോയി 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 ഇപ്പൊ പിണറായി വിജയന്റെ ഗവൺമെന്റിനുള്ള നീക്കമാ നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് ഉപചാരം നടത്തുക. അതല്ലേ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ അറസ്റ്റ് ചെയ്തു. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയെ പറഞ്ഞെന്താ, അയാൾ തെറ്റ് ചെയ്ത് അയാൾ ഇഷ്ടപ്പെടുക്കട്ടെന്ന്. അത് തന്നെ അതിന്റെ പുറകെ പോക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ഗവൺമെന്റ് നയമല്ല എന്ന് അസത്യക്രമായി ഞങ്ങൾ വ്യക്തമാക്കി. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല, ഒരു തർക്കവും. ഇതുപോലെ ഇവിടെ പിന്നെ ശിവശങ്കരൻ പ്രമുഖനായ ES ഉദ്യോഗസ്ഥനാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രധാനപ്പെട്ട പോസ്റ്റാണ്. വൈദ്യുതി ബോർഡിന്റെ ഊർജ്ജ സെക്രട്ടറി, വൈദ്യുതി ബോർഡിന്റെ ചെയർമാൻ, ഇതെല്ലാം വഹിച്ചിരുന്ന ആളാണ്. അയാളെ ഒഴിവാക്കാൻ IAS-കാരനെ IPS-കാരനെ IFS-കാരനെ ഒഴിവാക്കാൻ കഴിയില്ല ഭരണത്തിൽ. കാരണം കേന്ദ്ര സർവീസാണ്, അവരാണ് ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നത്. സർവ്വസാധാരണമാണ്. അയാളെ പറ്റി ആക്ഷേപം വന്നു, ഞങ്ങൾ ഒഴിവാക്കി. IT സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അന്വേഷണം നടത്തിയ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അയാളുടെ ഭാഗത്ത് ചില വിഷമുണ്ടെന്ന് കണ്ടു, സസ്പെൻഡ് ചെയ്തു. ഇത് കേന്ദ്രമായി അവരായി അവരുടെ മകളായി. അതാണ് അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. അത് നടപടിയെടുത്താൽ അയാളിപ്പം ചെയ്യില്ല. ഗോതമ്പെണ്ണ തിന്നുക, തിന്നോട്ടെ, നമുക്കെന്താ പാട്? അതിനൊന്നും ഞങ്ങൾക്കൊരു പാടുമില്ല, ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് ഇപ്പം കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യം പറഞ്ഞു. കോടിയേരി ബാലകൃഷ്ണനും ഭാര്യയെ ഈ മകൻ ഇങ്ങനെ ജനിച്ചുപോയി ഇങ്ങനെ ആകുമെന്ന് കണ്ട് ഇവന്റെ ജനനം വേണ്ടെന്ന് വെക്കേണ്ടതല്ലായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കരുണാകരൻ അദ്ദേഹത്തിന്റെ മക്കള്, ഉമ്മൻചാണ്ടി മകള്, ആര്യാണ് മുഹമ്മദ്, അയാളുടെ മക്കള്, രാധ എന്ന് പറഞ്ഞ സ്ത്രീയെ അവൾ കോൺഗ്രസ് ഓഫീസിലെ കൊന്ന് എന്തെല്ലാം ചെയ്തത്. നെഹ്റുവിന്റെ മകൾ ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധി അല്ലേ മരിച്ചത്. എന്തെല്ലാം പ്രശ്നം വന്നിട്ടുണ്ടെന്ന്. വിവാദം മുത്തൂറ്റിലെ പയ്യൻ ഉമ്മൻചാണ്ടിയുടെ മകളെ പറ്റി അയച്ച കത്ത് കേരളത്തിലെ MLA-മാർക്ക് എല്ലാം അയച്ചിട്ടുണ്ട്. പിന്നെ അവരെല്ലാം ബയലിലുള്ളത് മനസ്സിലായില്ലേ? വലിയ വിവാദമുണ്ടോ? അന്നേരം ഞങ്ങൾ പറയുക, ഈ ആളുകളെയൊക്കെ ജനിപ്പിക്കാതിരിക്കണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്താ യുക്തി? ജനിച്ചുപോയി. ചില നന്നാവും, ചില വെളുത്തു പോവും. വെളുത്തു പോയതിനെ തള്ളി പറയുക. ഞങ്ങൾ തള്ളി പറയുന്നവരിതിനെ ആരെയും തള്ളി പറഞ്ഞിട്ടുണ്ടോ? അതിന് ആർജവമുണ്ടോ? അവർക്ക് ഞങ്ങൾക്ക് ആർജവമുണ്ട്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ചുമ്മാ ആക്കാക്കാനൊന്നും ആരും നോക്കണ്ട. ഇതിനൊന്നും ഞങ്ങൾ വഴങ്ങുന്ന പ്രശ്നമില്ല. ഇതിനെല്ലാം ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റ് കൃത്യതയോടുകൂടി പോകും. അതാ മുഖ്യമന്ത്രി. ഞാൻ പറയാം, ഈ കോവിഡ് വന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ സ്വലഞ്ഞേലും ചാക്ക ഒടുങ്ങിയാലും ഇവിടെ കുറെ ആളുകൾ അതിനകത്ത് ഈ കോൺഗ്രസ്സുകാരന്മാർ കട്ടയിലും അല്ലേ ഇപ്പം മറ്റേതും മറ്റു അത് ഇതുവരെ കട്ടയിലും. അതാണ്. പക്ഷേ ഇതിപ്പം അതൊന്നുമല്ല. ഞങ്ങൾ കൃത്യതയോടുകൂടിയാണ് ഈ പ്രവർത്തനമെല്ലാം നടത്തിയത്. അവരുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ എല്ലാം വിജയിപ്പിക്കണം. ഇവിടെ ജില്ലാ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് KG സത്യൻ, അരിവാൾ ബ്ലോക്ക് ലിറ്റാജ് ജോസഫ്, അരിവാൾ സിറ്റി നക്ഷത്രം. അതാണ്. ഇവിടെ വാർഡ് 1 മണിയാറമ്പൂഴി ജെസി സന്തോഷ്, അരിവാൾ സിറ്റി നക്ഷത്രം.
സിജോ ജോസ് ചണ്ടില, ജോർജ് പോള് അരിവാൾ ചുറ്റിയ നക്ഷത്രം കരിമ്പൻ, മിനി ജേക്കബ് ചണ്ടില, കരിയമ്പാട് നിസമ്മ സാജൻ മൊബൈൽ, സിജി ചാക്കോ അരിവാൾ നെൽക്കത്, നീതു ജിമ്മി ചന്ദിര, സചിൻ ബാബു മൊബൈൽ, പൗളി തോമസ് ചന്ദിര, നിമ്മി ജയൻ അരിവാൾ ചുറ്റിയ നക്ഷത്രം, പ്രഭാ തങ്കച്ചൻ അരിവാൾ ചുറ്റിയ നക്ഷത്രം, ടി ഇ നൗസാദ് അരിവാൾ ചുറ്റിയ നക്ഷത്രം, 13 രാജു ജോസഫ് ചന്ദില, 14 രതീഷ് കൃഷ്ണൻ അരിവാൾ നെൽക്കതിര്. ഇതാണ് സ്ഥാനാർത്ഥികളുടെ പേരും വിവരവും വാർഡും ചിഹ്നവും. അവരെയെല്ലാം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.